ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കാശി ചോദ്യത്തോടൊപ്പം കൺമണിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവൾ പിന്നിലേക്ക് അടിവെച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ കാശിയേട്ടാ. കാശിയേട്ടനെ അല്ല. പറയുമ്പോൾ ധാവണിയുടെ തുമ്പ് പിടിച്ച് തെറുത്തു നിന്നു പെണ്ണ്. കാശി അവളുടെ ഇരു ചുമരിലും കൈചേർത്ത് ലോക്കാക്കി. കൺമണി മുഖമുയർത്തി നോക്കിയില്ല. കാശി അവളുടെ മുഖം വിരൽത്തുമ്പ് കൊണ്ട് ഉയർത്തി. ആ വന്നിരിക്കുന്നവൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. ഇടയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി ബിസിനസ് ചെയ്താലോ എന്ന് ആലോചനയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അഞ്ജലി പുറത്തൊക്കെ ജനിച്ചു വളർന്ന ആളാണ്. അതിൻ്റെ ഫ്രീയായ ഇടപെടൽ കാണും. അതൊന്നും കണ്ട് ദേ ഇതേപോലെ ചുണ്ടു കൂർപ്പിക്കരുത്. കണ്ണും മിഴിഞ്ഞ് ചുണ്ടൽപ്പം കൂടി കൂർപ്പിച്ചു വെച്ചു കൺമണി. 1-2 ദിവസം അവരിവിടെ കാണും. ഇടുപ്പിൽ കുത്തിയിരുന്ന ധാവണി പിടിച്ച് കാശി നേരെ വെച്ചു കൊടുത്തു. അമ്മയെ വിളിച്ചോ? അമ്മയുടെ ഫോൺ ചീത്തയായി. അതിൽ ചാർജ് നിൽക്കണില്ല. പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണു നിറഞ്ഞു. പോട്ടെ, നമുക്ക് തൽക്കാലം രാധയെ വിളിച്ച് വിശേഷം തിരക്കാം. സൗകര്യം പോലെ ഫോൺ വാങ്ങാം. അതിൻ്റെ പേരിൽ കരയണ്ട. തൻ്റെ ഏട്ടൻ പോയി നോക്കില്ലേ അമ്മേ? അങ്ങോട്ട് ചെന്നിട്ടും അയാളെ കണ്ടേയില്ല. ഏട്ടത്തിക്ക് ഇഷ്ടമില്ല ഏട്ടൻ ഞങ്ങളെ കാണാൻ വരുന്നത്. പറയുമ്പോൾ എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. കാശി കൺമണിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തി കൈകൊണ്ട് കണ്ണ് തുടച്ചു വിട്ടു. അമ്മേ, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിൻ്റെ പേരിൽ കണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ട. മോളെ, കാശിയെ കഴിക്കാൻ വിളിച്ചിട്ട് വാ. അവരിരുന്നു. താഴെ നിന്നും അമ്മാവൻ വിളിച്ചപ്പോൾ കൺമണി വേഗം കാശിയെ തള്ളി മാറ്റി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോയ വഴി നോക്കി കാശി പുഞ്ചിരിച്ചു. വേഗം അവൾ എടുത്തു വെച്ച ലെമൺ കളർ ടീഷർട്ട് എടുത്ത് പുറത്തേക്ക് പോയി. ആഹാ, നിങ്ങൾക്ക് കഴിക്കാമായിരുന്നില്ലേ? അത് സാരമില്ല, നമുക്ക് ഒരുമിച്ചിരിക്കാം. വിശ്വം പറയുമ്പോൾ കാശി അതിന് മറുപടി ചിരിയിലൊതുക്കി. ഒരു ലൂസ് ടീഷർട്ടും ബ്ലാക്ക് പലാസിയുമായിരുന്നു അഞ്ജലിയുടെ വേഷം. കാശിയുടെ അടുത്ത കസേരയിലാണ് അവൾ ഇരിക്കുന്നത്. കൺമണി കാശിയുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതും അഞ്ജലി അത് കയ്യിൽ വാങ്ങി. ഞാൻ വിളമ്പിക്കൊടുക്കാം, ഇയാൾ മാറി നിന്നോ. കൺമണിയുടെ കയ്യിൽ നിന്നും കാസറോൾ അഞ്ജലി വാങ്ങി കാശിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി. അമ്മാവനും അമ്മയും ഉച്ചമയക്കത്തിൽ അകത്തായിരുന്നു. കാശി എന്തെങ്കിലും പറയും മുൻപേ കൺമണി അടുക്കളയിലേക്ക് പോയി. വീട്ടിൽ വന്ന അതിഥികളായതുകൊണ്ട് കാശിയൊന്നും മിണ്ടിയില്ല. ദേഷ്യം കടിച്ചു പിടിച്ചു. അപ്പോഴേക്കും കണ്ണു നിറച്ചു പോയവളുടെ മുഖമായിരുന്നു മനസ്സിൽ. അവർക്കൊപ്പം ഇരുന്ന് കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. കുറച്ചു നേരം നോക്കിയിട്ടും കൺമണിയെ കണ്ടില്ല. കാശി, നിന്റെ നാടും വീടുമൊക്കെ ചുറ്റിക്കാണാൻ ആഗ്രഹം, വിശ്വം പറഞ്ഞു. അതിനെന്താ, ഇന്നിപ്പോൾ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ. റെസ്റ്റ് എടുക്ക്. വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാം. അതാണ് നല്ലത്. വല്ലാത്ത ക്ഷീണം. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം. എന്നാൽ നമുക്ക് 2 പേർക്കും കൂടി പോയാലോ കാശി? ബുള്ളറ്റിൽ. അഞ്ജലി ഇടയ്ക്ക് കയറി. കാശി വിശ്വത്തെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ വിശ്വം അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. അഞ്ജലി, ഇങ്ങ് വരൂ. ഇത് ബാംഗ്ലൂർ അല്ല, നാട്ടിൻപുറമാണ്. അതാദ്യം മനസ്സിലാക്കി വേണം പെരുമാറാൻ. ഇവിടെയുള്ളവർ സാധാരണക്കാരാണ്. മൈൻഡ് ഇറ്റ്. വിശ്വത്തിൻ്റെ ദേഷ്യം മുഴുവനും അവൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു. തൽക്കാലം അഞ്ജലി വിശ്വത്തിൻ്റെ വാക്ക് ചെവിക്കൊണ്ട് നിന്നു. എന്തായാലും ഇനിയും ദിവസം ബാക്കിയുണ്ടല്ലോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കാശിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കും ഈ അഞ്ജലി. കാശിയെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് അഞ്ജലി മുറിയിലേക്ക് പോയി. കാശി കൺമണിയെ അടുക്കളയിലും പിന്നാമ്പുറത്തും നോക്കി. പക്ഷേ കണ്ടില്ല. നേരെ അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ ഒരു വശം ചരിഞ്ഞു കിടപ്പുണ്ട്. മിണ്ടാതെ വാതിൽ ചേർത്ത് വെച്ചു. അവൾ ആരാ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം പിടിച്ചു വാങ്ങാൻ, കാശിയേട്ടന് വിളമ്പിക്കൊടുക്കാൻ? എൻ്റെ അല്ലേ? എൻ്റെ മാത്രമല്ലേ? ശരീരം ഉലയുന്നുണ്ട്. അതിൽ നിന്നും അറിയാം കരയുകയാണെന്ന്. പിന്നെയും എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ട് പെണ്ണ്. അവളൊന്നും കഴിച്ചില്ലെന്ന് കാശിക്ക് മനസ്സിലായി. പെട്ടെന്ന് വാതിൽ ചേർത്തടച്ച് അതിൽ ചാരി നിന്നു. കാശി അപ്പോഴാണ് വന്നതെന്ന് കൺമണി കരുതി. നീ എന്തിനാ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്ന് കരയുന്നത്? എഴുന്നേറ്റ് വാ, കഴിക്കാം. എനിക്ക് വിശപ്പില്ല കാശിയേട്ടാ. എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടെങ്കിൽ അവളോട് പോയി പറഞ്ഞാൽ മതി, അവൾ വിളമ്പി തരും. ഉച്ച കുറച്ച് അത്രമാത്രം പറഞ്ഞു കൺമണി. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാൽ വാ, കാശിയേട്ടൻ ചെല്ലു, ഞാൻ വരാം. അത് പറ്റില്ല, നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ താഴേക്ക് വരണം. ഒടുവിൽ കൺമണി കാശിയുടെ പിന്നാലെ ചെന്നു. കാശി അവളെയും പിടിച്ച് കസേരയിലിരുത്തി ഭക്ഷണം വിളമ്പി വെച്ചു. കഴിക്ക്. കാശിയേട്ടൻ കഴിക്കുന്നില്ലേ? നീ കഴിക്കൂ. വേണ്ടാഞ്ഞിട്ടാ. പറ്റില്ല. കൺമണി മുഴുവൻ കഴിച്ചിട്ടേ ഇവിടുന്ന് എഴുന്നേൽക്കൂ, കാശി കട്ടായം പറഞ്ഞു. കണ്ണ് നിറച്ച് കൺമണി ചോറ് വാരി കഴിച്ചു. പാത്രവും എടുത്ത് അവൾ അകത്തേക്ക് പോയി. എന്തിനാ കുട്ടാ ആ പാവത്തിനോട് ഇങ്ങനെ പെരുമാറുന്നേ? എല്ലാം കണ്ടുകൊണ്ട് നിന്ന ശേഖരമാമൻ ചോദിച്ചു. ഒന്നുമില്ല അമ്മാമ്മേ,
എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടില്ലേ? അവർക്കറിയില്ല എൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം. അഞ്ജലി പുറത്തൊക്കെ പഠിച്ച കുട്ടിയായതുകൊണ്ട് അവളുടെ ഇടപെടലുകളും ആ രീതിയിലായിരിക്കും. എല്ലാം കാണുമ്പോൾ ഇവിടെ ഒരാൾക്ക് വല്ലാത്ത അരിശം. പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് അവരോട് ആരോടും എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവളിങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുകയാണോ വേണ്ടത്? കാശിക്ക് ദേഷ്യം വന്നു. അതൊരു പാവല്ലേടാ. അത്രയും പാവമൊന്നുമല്ല. ഞാൻ പറയില്ലേ അമ്മാമ്മേ വിവാഹം കഴിഞ്ഞ കാര്യം. അവളുടെ വാഗൊണ്ട് പറയട്ടെ. അമ്മയോടും കൂടി പറഞ്ഞേക്ക് പറയരുതെന്ന്. ശരി. ആരെന്ത് പറഞ്ഞാലും കാണിച്ചാലും ഈ കണ്ണ് നിറച്ചുകൊണ്ടുള്ള നിൽപ്പ്, അതാണ് കാണുമ്പോൾ ദേഷ്യം വരുന്നത്. പറഞ്ഞുകൊണ്ട് കാശി അകത്തേക്ക് പോയി. കൺമണി അലക്കാനുള്ളതെല്ലാം മെഷീനിലിട്ടു. അതെല്ലാം അയയിൽ കൊണ്ട് വിരിച്ചു. തിരികെ റൂമിലേക്ക് വരുമ്പോൾ കാശി കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് കൺമണി കുളിമുറിയിൽ കയറിയത്. മുടിയിൽ എണ്ണയിടുമ്പോൾ കാശി തിരിഞ്ഞു കിടന്നു. ഉടനെ ഓടി കുളിമുറിയിൽ കയറി. പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്ത് നിന്നു. ഒരു കാശി, ആ പെണ്ണിൻ്റെ മുന്നിൽ എന്തൊരു കുഴച്ചിൽ. എൻ്റെ രാധേ, ഇഷ്ടമല്ല. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞെന്നാണെന്ന ബോധം വേണ്ടേ? ഓർക്കാതെ ഷവർ ഓണാക്കി. ഡ്രസ്സ് മാറിയില്ല. അത്രയും നനഞ്ഞു കുളിച്ചു. മാറിയൊടുക്കാനും എടുത്തില്ല. പിന്നെ വേഗം കുളിച്ചു. കുളി കഴിഞ്ഞ് നനഞ്ഞതെല്ലാം പിഴിഞ്ഞു മാറ്റി. ടവൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരെണ്ണം മുടിയിൽ കെട്ടിവെച്ചു. അടുത്തൊരെണ്ണം മാറിന് മുകളിൽ കെട്ടി. മുട്ടിന് മുകളിൽ നിൽക്കുവാണ്. കുളിമുറിയുടെ ഡോർ പതിയെ തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കി. കതകിൻ്റെ ലോക്ക് മാറി കിടക്കുന്നു. പതുക്കെ പുറത്തേക്ക് എത്തി നോക്കി. ബെഡിൽ കാശിയെ കണ്ടില്ല. മേശയിൽ നോക്കി. ഫോണുമില്ല. ഭാഗ്യം, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. അവൾ വേഗം മുറിയടച്ച് കുറ്റിയിട്ടു. ആദ്യമായാണ് അവൾ അങ്ങനെ ഒരു വേഷത്തിൽ. വീട്ടിലാണെങ്കിൽ മറപ്പുരയിൽ കുളിച്ച് ഡ്രസ്സ് മാറിയാണ് അകത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ ഈ വേഷത്തിൽ കണ്ണാടിയിൽ നോക്കാനൊരു കൊതി. കൺമണി നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ വേഷം നോക്കി. വെള്ള ടവൽ മാറിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. തുടയുടെ മുകളിൽ നിൽക്കുന്നു ടവൽ. മുട്ടുഭാഗം താഴേക്ക് നഗ്നമാണ്. കാലിൽ ചുറ്റിപ്പിണഞ്ഞ് നിറയെ മണികളുള്ള പാദസരം. വിവാഹം കഴിഞ്ഞപ്പോൾ സ്വർണ്ണ പാദസരം അഴിച്ചു മാറ്റിവെച്ച് ഇതിട്ടു. തലയിൽ നിന്നും ടവൽ അഴിച്ച് മുടി തോർത്തി. മുടി വിടർത്തിയിട്ട് ഭംഗി ആസ്വദിച്ചു. സ്വയം വിലയിരുത്തി നോക്കി. കൊള്ളാം. ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മാറിന് മുകളിൽ കെട്ടിയിരുന്ന ടവലഴിച്ച് കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കാണെ കൺമണിയുടെ കണ്ണുകൾ തിളങ്ങി. ഇത്രയും സുന്ദരിയായിരുന്നോ? ചാഞ്ഞും ചരിഞ്ഞു നോക്കി. ഒരിക്കൽ കൂടി ടവലഴിച്ച് കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. പെട്ടെന്നാണ് ബാൽക്കണി തുറന്ന് കാശി അകത്തേക്ക് കയറിയത്. പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. കൺമണിയും അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. ടവൽ കെട്ടിയിട്ടില്ല. കയ്യിൽ നിന്നും ടവൽ അറിയാതെ ഊർന്ന് നിലത്തേക്ക് വീണു. കാശി കണ്ണിറക്കി അടച്ച് തിരിഞ്ഞു നിന്നു. കൺമണി കയ്യെത്തി ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾക്ക് സങ്കടം വന്നു. നിലത്തേക്ക് ഊർന്നിരുന്നു. കുറേ നേരം കരഞ്ഞു. അല്പം ആശ്വാസം കിട്ടി. പുറത്തിറങ്ങി ഡ്രസ്സ് മാറി. കാശി വെരികിനെ പോലെ നടക്കുവാണ്. ഇരുന്നിട്ടും നിന്നിട്ടും പറ്റുന്നില്ല. കൺമുന്നിൽ കൺമണി വെണ്ണക്കല്ലിൽ കൊത്തിയ ശില്പം പോലെ. ആ ഓർമ്മയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ കൺമണിയെ കണ്ടില്ല കാശി. ചായക്കുള്ള സമയമായപ്പോഴേക്കും അവൾ കിച്ചണിലേക്ക് പോയി. രാഗിണി പഴംപൊരി ഉണ്ടാക്കി. മോള് പോയി പത്മേട്ടത്തിയുടെ അടുത്തിരിക്ക്. എന്താ വയ്യ കുട്ടി, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? രാഗിണിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. കണ്ണു നിറഞ്ഞു. എന്താ മോളെ? ഒന്നുമില്ല, തലവേദന. മോള് പൊയ്ക്കോ. കൺമണി അമ്മയുടെ റൂമിലേക്ക് വന്നു. പത്മം കിടക്കുന്നു. കൺമണി വേഗം അവരുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കണ്ണേ, എന്താ അമ്മയുടെ കുട്ടിക്ക്? ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ? അതിന് ചോദിക്കണോ? പത്മം അവളെ ചേർത്ത് പിടിച്ചു. അഞ്ജലിയെയും വിശ്വത്തെയും രാഗിണിയാണ് ചായ കുടിക്കാൻ വിളിച്ചത്. അവർ ഇറങ്ങി വരുമ്പോൾ കാശിയും വന്നു. ശേഖരൻ പത്മത്തെ വിളിക്കാൻ ചെല്ലുമ്പോൾ കൺമണി അവരെ ചേർന്ന് കിടന്നുറങ്ങുന്നു. ആഹാ, ഇതെന്താ ഇവിടെ? വല്ലാത്ത സങ്കടം പോലെ ഏട്ടാ, അതാണ് ഈ കിടപ്പ്. കാശിയുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടില്ലേ? എടുപിടിയുന്ന കല്യാണം ആയതുകൊണ്ട് അവരാരോടും പറഞ്ഞില്ല. മോള് തന്നെ അവരോടൊക്കെ പറയട്ടെ എന്നാണ് കുട്ടൻ പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കേട്ടുകൊണ്ട് കരയുന്ന ആ സ്വഭാവമൊക്കെ ഒന്ന് മാറട്ടെ. അതുകൊണ്ട് വിവാഹകാര്യം നമ്മളാരും പറയേണ്ട, അവൾ തന്നെ പറയട്ടെ എന്നാണ് അവൻ പറയുന്നത്. ഓ, അപ്പോൾ അവരോടൊക്കെ ഉള്ള പിണക്കമാണോ? ഒരു കണക്കിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈശ്വരൻ തന്നെയാണ്. കാശിയോട് ആ കുട്ടി കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ മോൾക്ക് കുഞ്ഞു കുശുമുണ്ട്. വിശ്വത്തിൻ്റെ കൂടെ വന്ന ആ കൊച്ചില്ലേ അഞ്ജലി, അതൊരു വെകിളിയാണ്. നീ വാ, അവരൊക്കെ ചായ കുടിക്കാനിരിക്കുന്നു. നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത്. ശേഖരൻ പത്മത്തെ വീൽചെയറിൽ ഇരിക്കാൻ സഹായിച്ചു. മോൾ ഉറങ്ങട്ടെ, ഉണർത്തണ്ട. കാശി അമ്മയുടെ മുറിയിൽ നിന്ന് കൺമണി ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ അമ്മാവൻ അമ്മയെ വീൽചെയറിൽ തള്ളി വരുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കൺമണിക്ക് തൻ്റെ മുന്നിൽ വരാനുള്ള മടി കൊണ്ടാണെന്ന്. അമ്മയും അമ്മാവനും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാശി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി.
ചരിഞ്ഞു കിടന്നുറങ്ങുവാണ്. കരിഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. കുറച്ചു നേരം നോക്കി നിന്നു കാശി. പിന്നെ ഡൈനിങ്ങിൽ വന്നു. അഞ്ജലിയാണ് എല്ലാവർക്കും ചായ സെർവ് ചെയ്യുന്നത്. കാശി വിശ്വത്തെ സൂക്ഷിച്ചു നോക്കി. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് വിശ്വത്തിൻ്റെ ഇരിപ്പ്. ഒരുപാട് നേരം 3 പേരും ചേർന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. കൂടുതൽ സമയവും പുറത്തെ ഗാർഡനിലായിരുന്നു. കൺമണി എഴുന്നേറ്റ് ചായ കുടിച്ചു. തലവേദനയാണെന്ന് പറഞ്ഞ് വീണ്ടും പത്മത്തിൻ്റെ റൂമിൽ കിടന്നു. രാത്രിയിൽ കഴിക്കാൻ വിളിച്ചിട്ടും അവൾക്ക് വേണ്ടെന്ന്. എല്ലാവരും കഴിക്കാനിരുന്നു. ഉച്ചത്തെ പോലെ അഞ്ജലി വിളമ്പാൻ ഉത്സാഹപ്പെട്ടു. അമ്മേ, കൺമണി എവിടെ? അവൾക്ക് തലവേദനയാണ് കുട്ടാ. കാശി എണീറ്റ് റൂമിലേക്ക് പോയി. ലൈറ്റ് ഓഫാണ്. അവൻ ലൈറ്റ് ഓണാക്കി. അവളുടെ അടുത്തേക്കിരുന്നു. ഉറക്കമല്ല, അത് കണ്ടാൽ അറിയാം. കൺമണി. വേഗത്തിൽ എഴുന്നേറ്റു. കൺമണി ബെഡിലിരുന്നു. നീ എന്താ കഴിക്കാൻ വരാത്തത്? എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. മുഖം കുനിച്ചു പിടിച്ചു. അതെന്താ? വിശപ്പില്ല. എന്നാൽ നീ കഴിക്കണ്ട, എനിക്ക് വിളമ്പിത്താ. അതിനവിടെ ആളുണ്ടല്ലോ. ആര്? രാഗിണിയോ? അല്ല, പിന്നെ അഞ്ജലി. അതിന് അവളല്ലല്ലോ എൻ്റെ ഭാര്യ. കാശി എടുത്തടിച്ചതുപോലെ പറഞ്ഞു. നീ എന്താ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നേ? എന്നെ നോക്ക്. കൺമണി മുഖം ഉയർത്തിയില്ല. കൺമണി എന്നെ നോക്കൂ. കണ്ണേ. അത്രയും കാതോരം വിളിച്ചപ്പോൾ കൺമണി അവനെ മുഖമുയർത്തി നോക്കി. പെയ്യാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകൾ. ഞാനല്ലേ കണ്ണാ? പോട്ടെ, ഞാനൊന്നും കണ്ടില്ല. നീ വാ. എന്നിട്ടും കൺമണിക്ക് സമാധാനമായില്ല. ഒടുവിൽ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ, വരുന്നുണ്ടോ അതോ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകണോ? കാശിയുടെ ശബ്ദം മാറിയപ്പോൾ കൺമണി ചാടി എണീറ്റു. അവൻ്റെ ഒപ്പം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ബാക്കിയുള്ളവരും കഴിക്കാതെ അവനെ കാത്തിരിക്കുകയായിരുന്നു. കാശി ഇരുന്നപ്പോൾ തന്നെ അഞ്ജലി വേഗം പ്ലേറ്റ് എടുത്ത് വിളമ്പാൻ ആരംഭിച്ചു. വേണ്ട, ഞാൻ വിളമ്പിക്കൊള്ളാം. അഞ്ജലിയുടെ കയ്യിൽ നിന്നും ചോറിൻ്റെ പാത്രം കൺമണി വാങ്ങി. അഞ്ജലി വല്ലാതെയായി. പക്ഷെ കൺമണി അതൊന്നും ശ്രദ്ധിക്കാതെ കാശിക്ക് വിളമ്പിക്കൊടുത്തു. വിശ്വത്തിൻ്റെ പ്ലേറ്റിൽ വിളമ്പാൻ രാഗിണിയോട് പറഞ്ഞു. അവനും അമ്മയും ഉമ്മറത്താണ്. രാഗിണി വിശ്വത്തിനും അഞ്ജലിക്കും വിളമ്പി. ചേച്ചി പൊയ്ക്കോ. രാഗിണി അടുക്കളയിലേക്ക് പോയി. വിശ്വം കഴിക്കാൻ തുടങ്ങി. എന്നാൽ അഞ്ജലിക്ക് ദേഷ്യം വന്നു. അതെന്താ നീ ഞങ്ങൾക്ക് വിളമ്പിത്തരാത്തത്? കാശിക്ക് മാത്രമേ വിളമ്പൂ? നിനക്കെന്താ അഞ്ജലി? ആരെങ്കിലും വിളമ്പിയാൽ പോരെ? പോരാ, കാശിക്ക് വിളമ്പാമെങ്കിൽ ഞങ്ങൾക്കും വിളമ്പിത്തരാം. പറ്റില്ല. വേണാച്ചാ കഴിച്ചാൽ മതി. ഛേ, ഇതാണോ കാശി നിന്റെ വീട്ടിലെ സെർവൻസിൻ്റെ സംസ്കാരം? അതോ നീ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങൾക്കേ വിളമ്പൂ? അതെ, എൻ്റെ. അഞ്ജലി, നീ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്നത്? അതല്ല വിശ്വം, ഇവൾ ഞാൻ വന്ന സമയം മുതൽ നോട്ടത്തിലും ഭാവത്തിലും ഇഷ്ടക്കേട് മാത്രമേ ഉള്ളൂ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ അഞ്ജലി. സെർവൻസിനെ നിർത്തേണ്ടടുത്ത് നിർത്തണം, അല്ലാതെ തലയിൽ കയറ്റി ഇരുത്തരുത്. അതാണ് ഇവറ്റകൾക്ക് എളുപ്പം. മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ പോരാത്തതിന് കാശുമുണ്ട്. അപ്പോൾ പിന്നെ ഇളക്കം കൂടും. ഇവറ്റകളുടെ സ്ഥാനം അടുക്കളപ്പുറത്താണ്. പെട്ടെന്നാണ് കൺമണി കാശിയുടെ മടിയിൽ കയറി ഇരുന്നത്. ആ നീക്കം കണ്ട് കാശി ഞെട്ടിപ്പോയി. വിശ്വവും അഞ്ജലിയും ഒരു നിമിഷം ഞെട്ടലോടുകൂടി അവരെ നോക്കി. കാശി അവളെ പൊതിഞ്ഞു പിടിച്ചു. എൻ്റെയാ? തലയിലല്ല, മനസ്സിലാണ് എൻ്റെ സ്ഥാനം. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് കൺമണി കാശിയുടെ മടിയിൽ നിന്ന് എണീറ്റു. കാശി, എന്താണ് ഇതൊക്കെ? വിശ്വം അതിശയത്തിൽ ചോദിച്ചു. കുന്നത്തെ കാശിനാഥൻ്റെ താലിക്കും സിന്ദൂരത്തിനും അവകാശി അവളാണ് കൺമണി. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമായി.